All. Today we are going to discuss the last topic in module 5, which is error correction code. Okay, in the last class we have talked about Hamming distance. It is also error correcting mechanism. Now we are going to see error correcting code, which is called Hamming code. So what is Hamming code? So Hamming code can be used to the data unit of any length. Okay. It is used to detect and correct a single bit error. Okay, നമുക്ക് എത്ര ബിറ്റ് ഡാറ്റ യൂണിറ്റ് വേണമെങ്കിലും എടുത്ത് നമുക്ക് ഈ ഹാമിംഗ് കോഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹാമിംഗ് കോഡ് വി ക്യാൻ യൂസ് ഇൻ എനി ലെങ്ത് ഓഫ് ഡാറ്റ ഓഫ് എനി ലെങ്ത്, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി യൂസ് ടു ഡിറ്റക്റ്റ് എ സിംഗിൾ ബിറ്റ് എറർ. ഓക്കെ, ഒരു ആ സ്ട്രീം ഓഫ് ബിറ്റ്സിൽ ഒരു ബിറ്റിൽ എറർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാമിംഗ് കോഡ് വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്റ്റ് ആൻഡ് കറക്റ്റ് one bit error or single bit error. Okay, അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും, കറക്റ്റ് ചെയ്യാനും പറ്റും. Okay, so these are the 2 points of Hamming code. Okay, this is the 2 points that describe what is a Hamming code. First one is Hamming code can be used in any data unit of any length. Second point is it can detect and correct single bit error. Okay, now it is represented using k, n. അല്ലെങ്കിൽ it is identified using k, n. Okay, ഹാമിംഗ് കോഡിന് നമ്മൾ k, n എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. സോ വാട്ട് ഈസ് k? k ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഹാമിംഗ് കോഡ് ആൻഡ് n ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഡാറ്റ. ഓക്കെ, അതായത് k, n എന്ന് പറയുന്നത് പാരിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഹാമിംഗ് കോഡിൻ്റെ ബിറ്റ്സ് എത്രയാണ്, n എന്ന് പറയുന്നത് ആ ഡാറ്റ ബിറ്റ്സ് എത്രയാണ് എന്നുള്ളതാണ് n. Okay, so k, n. So k is actually the parity or the number of bits in the Hamming code, or n is the number of bits in the data. Okay, so Hamming code offers protection against single bit errors. Already പറഞ്ഞ കാര്യമാണ്. Hamming code provides protection against single bit error. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻ്റാണ് ഇത്. അതായത് സിംഗിൾ ബിറ്റ് എറേഴ്സ് മാത്രമേ അതിന് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റൂ, കറക്റ്റ് ചെയ്യാനും പറ്റൂ. ഓക്കെ, അതാണ് ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാമിംഗ് കോഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഹാമിംഗ് കോഡിൽ എത്ര പാരിറ്റി വരെ ഉണ്ടാകും എന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അതായത് നമ്മളിവിടെ പറഞ്ഞു ഹാമിംഗ് കോഡ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് k, n എന്ന് പറയുന്നത്. n ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ഡാറ്റ, k ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ പാരിറ്റി ഓർ ദ നമ്പർ ഓഫ് ഹാമിംഗ് കോഡ്. ഓക്കെ, അപ്പോൾ പാരിറ്റി എത്രയാണെന്നുള്ളത് നമ്മളിതിനകത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഹാമിംഗ് കോഡിനകത്ത് വി ആർ ഹാവിങ് ബോത്ത് ഡാറ്റ ആസ് വെൽ ആസ് പാരിറ്റി. ഇപ്പോൾ ഹാമിംഗ് കോഡിനകത്ത് നമുക്ക് എന്താണ്, ഡാറ്റ മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് ഡാറ്റ ആസ് വെൽ ആസ് പാരിറ്റി. അപ്പോൾ എത്ര പാരിറ്റി വരെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. Okay, now we discuss how many parity bits are required in a given Hamming code. For finding the number of parity, we are having a separate formula. This is a formula: 2 raised to p greater than or equal to p plus m plus 1, where m is the number of parity bit and m is the number of message bit. Okay, ഇപ്പോൾ m എന്ന് പറയുന്നത് മെസ്സേജിൽ എത്ര ബിറ്റ് ഉണ്ടെന്നുള്ള കണക്കാണ്. p എന്ന് പറയുന്നത് പാരിറ്റിയിൽ എത്ര പാരിറ്റി വേണമെന്നുള്ളതാണ്. Okay, now we'll see an example. Compute the number of parity bit if the message bit is 4. Okay, മെസ്സേജ് ബിറ്റ് 4 ആണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇതിന് പാരിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഈ ഫോർമുല എഴുതുന്നു. വിൽ apply the value 4, will substitute value 4 for m. Okay, m ന് നമ്മൾ 4 എന്ന് കൊടുക്കുന്നു. Then we'll write 2 raised to p greater than or equal to p plus 4 plus 1. Okay, which is 2 raised to p greater than or equal to p plus 5. Clear? അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ വന്നു. Now we will substitute different values for p so that this condition is satisfied. Okay, pക്ക് നമ്മൾ പല വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കണ്ടീഷൻ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു അവിടെ നമ്മൾ പിയുടെ വാല്യൂ അതാണെന്ന് നമ്മൾ സെറ്റ് ചെയ്യും. സ്റ്റാർട്ട് ഫ്രം 1. വാട്ട് ഈസ് p equal to 1. So 2 raised to 1 equal to 2. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും 1 plus 5 6. ക്ലിയർ? അപ്പം 2 greater than or equal to 6 condition is not satisfied. Okay,
Next we will apply p equal to 2. 2 raised to 2, which is 4. 4 greater than or equal to 2 plus 5, 7. That is 4 greater than or equal to 7. Correct or no? No, it is wrong. Condition is not satisfied. Now again we will apply p equal to 3. 2 raised to p, 2 raised to 3 equal to 8. 3 plus 5 equal to 8. So 8 greater than or equal to 8. Condition is satisfied. 8 greater than or equal to 8 ആണ്. So condition is satisfied. So number of parity is equal to 3. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന വരെ നമ്മൾ പിക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റാർട്ടിങ് ഫ്രം 1. അല്ലേ? സോ പി ഇഫ് പി ഈക്വൽ ടു 3 ദെൻ 2 റൈസ് ടു 3 ആണ്. 2 റൈസ് ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഈസ് സാറ്റിസ്ഫൈഡ്. ഇവിടെ 3 ഉണ്ട്. 2 റൈസ് ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഈസ് സാറ്റിസ്ഫൈഡ്. In order to transmit 4 bit we require 3 parity bit. അപ്പോൾ 4 ബിറ്റ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ബിറ്റ് പാരിറ്റി വേണം? 3 ബിറ്റ് പാരിറ്റി വേണം. ഓക്കെ, അപ്പോൾ 4 ബിറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ 3 ബിറ്റ് പാരിറ്റി. അപ്പോൾ ഹാമിംഗ് കോഡിൽ എത്ര ബിറ്റ് ഉണ്ടാവും? ഹാമിംഗ് കോഡെന്ന് പറയുന്നത് എന്താണ്? ഹാമിംഗ് കോഡെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഹാവിങ് പാരിറ്റിയും ഡാറ്റയും കൂടെ ചേർന്നതാണ് ഹാമിംഗ് കോഡ്. അപ്പോൾ ഡാറ്റയ്ക്ക് നമുക്ക് 3 ബിറ്റും ഡാറ്റ 4 ബിറ്റും പാരിറ്റി 3 ബിറ്റും ആണെങ്കിൽ ടോട്ടൽ നമുക്ക് 7 ബിറ്റ് ഹാമിംഗ് കോഡ് വേണ്ടി വരും. ഓക്കെ, 7 ബിറ്റ് ഹാമിംഗ് കോഡ് നമുക്ക് വേണ്ടി വരും. ക്ലിയർ? അപ്പം നമ്മുടെ ഹാമിംഗ് കോഡിൽ 7 ബിറ്റാണ് വേണ്ടത്. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് ദ ഹാമിംഗ് കോഡ് സ്ട്രക്ചർ. ഒരു ഹാമിംഗ് കോഡ് എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, നമുക്ക് തോന്നുന്ന പോലെയല്ല ഒരു ഹാമിംഗ് കോഡ് എഴുതുന്നത്. ഹാമിംഗ് കോഡിന് ഓരോ പൊസിഷൻസ് ഉണ്ട്. ഡാറ്റയ്ക്ക് ഒരു പൊസിഷനുണ്ട്, പാരിറ്റിക്ക് ഒരു പൊസിഷനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വി ക്യാൻ സി. ഓൾ ബിറ്റ് പൊസിഷൻസ് ദാറ്റ് ആർ പവർ ഓഫ് 2 ആർ മാർക്ക്ഡ് ആസ് പാരിറ്റി ബിറ്റ്. 2 ടു ദ പവർ എത്രയാണോ അതിനെ നമ്മൾ പാരിറ്റി ആയിട്ട് കൊടുക്കും. ആ പൊസിഷൻസ് എല്ലാം പാരിറ്റിയാണ്. അതായത് 2 റൈസ് ടു 0 എന്ന് പറയുന്നത് പാരിറ്റിയാണ് വരേണ്ടത്. 2 raised to 1, that is 2, which is also parity. 2 raised to 2 equal to 4, that is also parity. 2 raised to 3 equal to 8, that is also parity. അതായത് ഫസ്റ്റ് പാരിറ്റിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 2 ആണ്. 2 raised to 0, that is 1. 1 എന്ന് പറയുന്നതല്ലേ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാരിറ്റിയുടെ പൊസിഷൻ. നെക്സ്റ്റ് പാരിറ്റിയുടെ പൊസിഷൻ ഈസ് 2 raised to 1, that is 2. ഓക്കെ, അപ്പോൾ ഇത് 1, ഇത് 2. നെക്സ്റ്റ് പാരിറ്റിയുടെ പൊസിഷൻ ഈസ് 2. തേർഡ് പാരിറ്റിയുടെ പൊസിഷൻ ഏതാണ്? 2 raised to 2 equal to 4. ഓക്കെ, തേർഡ് പാരിറ്റിയുടെ പൊസിഷൻ ഈസ് 4. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ P3 എന്ന് എഴുതില്ല, P4 എന്ന് എഴുതും. കാരണം പൊസിഷൻ അതാണല്ലോ, 4th പൊസിഷൻ ആണല്ലോ. സോ വി റൈറ്റ് P4. ഓക്കെ, P4 ആണെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ തേർഡ് പാരിറ്റിയാണ്. 1, 2, 3. ഓക്കെ, 4th പൊസിഷൻ. ഇനി അടുത്ത പാരിറ്റിയുടെ നാലാമത്തെ പാരിറ്റിയുടെ പൊസിഷൻ ഏതാണ്? 2 raised to 3 equal to 8. ഓക്കെ, അപ്പോൾ 4, 5, 6, 7, 8 ഇവിടെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വരും? P5 വരും. P8 വരും. P8 ഇവിടെ വരും. ഓക്കെ, ഇതിങ്ങനെ പോവും. ഇതങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ക്ലിയർ? എത്ര ഡാറ്റ ഉണ്ടോ അത്രയും, എത്ര മെസ്സേജസ് ഉണ്ടോ അത്രയും രീതിയിൽ നമുക്ക് പാരിറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ക്ലിയർ? ബട്ട് ഈ സ്ട്രക്ചറിൽ എന്താണ്? ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 3 ഡാറ്റയും, അതായത് 3 ഡാറ്റ ബിറ്റും 4 ഡാറ്റ ബിറ്റും 3 പാരിറ്റി ഉള്ള സ്ട്രക്ചറാണിത്. ഓക്കെ, അപ്പോൾ 4 മെസ്സേജ് ഈക്വൽ ടു 4 നമ്മൾ നേരത്തെ പഠിച്ചു. M ഈക്വൽ ടു 4 ആണെങ്കിൽ വിൽ ബി ഹാവിങ് ഹൗ മെനി പാരിറ്റി? വിൽ ബി ഹാവിങ് 3 പാരിറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡാറ്റ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പോൾ പാരിറ്റി ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന പൊസിഷൻസിലെല്ലാം വിൽ ബി ഫില്ലിങ് വിത്ത് ഡാറ്റ. Okay, parity 1 is here, parity 2 is here, parity 4 is here. So the rest of the positions will be filling with the data D3, D5, D6, D7. Okay, അപ്പോൾ ഹാമിംഗ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റയും പാരിറ്റിയും കൂടെ ചേർന്നാണ്. അപ്പം ഒരു 4 ബിറ്റ് ഡാറ്റ ആണെങ്കിൽ വിൽ ബി ഹാവിങ് 3 ബിറ്റ് പാരിറ്റി ആൻഡ് ടോട്ടൽ ഹാമിംഗ് കോഡ് സ്ട്രക്ചർ വിൽ ബി 7 ബിറ്റ് അല്ലേ. 1, 2, 3, 4, 5, 6, 7. ക്ലിയർ? ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ഹാമിംഗ് കോഡ്. ക്ലിയർ? അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് പാരിറ്റിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 ടു ദ പവർ വരുന്നതെല്ലാം ഏതാണ്? പാരിറ്റിയുടെ പൊസിഷൻസാണ്.
അത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദ പാരിറ്റി. ഇനി ഈ പാരിറ്റിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ ടാസ്ക്. നമ്മൾ ഡാറ്റ ഉണ്ട്, ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരിറ്റി കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്കിവിടെ ഡാറ്റ ഉണ്ട്. സപ്പോസ് വി ആർ ഹാവിങ് ഡാറ്റ 1101. ഇപ്പോൾ 4 ബിറ്റാണ്. 4 ബിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് 2p > p + n+1 ഫോർമുല വെച്ച് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ p = എത്ര വരും? 3 വരും അല്ലേ? ഇവിടെ m = 4 ആണ്. സോ p = 3. അതാണ് 3 പാരിറ്റി. p1 p2 p4 3 പാരിറ്റി കൊടുത്തു. ബാക്കിയെല്ലാം വിൽ ബി ഫില്ലിങ് വിത്ത് ഡാറ്റ. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഫില്ല് ചെയ്യുക. 1, അടുത്ത 0, 1, 1. ഓക്കെ, ഈ രീതിയിൽ ഫില്ല് ചെയ്ത് വരിക. ഓക്കെ, ഇപ്പോൾ 1, 0, 1, 1. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡാറ്റ. ഇപ്പോൾ ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് p1, p2 ആൻഡ് p4. ഈ പാരിറ്റി എന്താണെന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ടാസ്ക്കാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോണത്. ഫോർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ദ പാരിറ്റി ബിറ്റ് p1. ഇനി p1 കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് പറയുന്നത്. p1 we will be checking the first bit, skip 1 bit, check 1 bit, skip 1 bit and so on. ഓക്കെ, അപ്പോൾ പാരിറ്റി ബിറ്റ് 1 നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിൽ ഒരു ബിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും, നെക്സ്റ്റ് ബിറ്റ് സ്കിപ്പ് ചെയ്യും, അടുത്ത ബിറ്റ് കൺസിഡർ ചെയ്യും, നെക്സ്റ്റ് ബിറ്റ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഓരോ ബിറ്റ് കൺസിഡർ ചെയ്യും, ഒരു ബിറ്റ് സ്കിപ്പ് ചെയ്യും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ് ടു ദ എൻറ്റയർ ഹാമിംഗ് കോഡ് സ്ട്രക്ചർ തീരുന്നവരെ നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത് p1 കൺസിഡർ ചെയ്യും, p2 കൺസിഡർ ചെയ്യില്ല, അടുത്ത കൺസിഡർ ചെയ്യുന്ന d3. ഓക്കെ, അടുത്ത കൺസിഡർ ചെയ്യുന്നത് p4 കൺസിഡർ ചെയ്യില്ല, d5 കൺസിഡർ ചെയ്യും, d6 കൺസിഡർ ചെയ്യില്ല, d7 കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം p1 ഡിപ്പെൻഡ്സ് അപ്പോൺ, ആക്ച്വലി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഞാൻ ടിക്ക് ചെയ്യാം. അപ്പോൾ p1 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, p1 പാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ p1 നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, p2 കൺസിഡർ ചെയ്യില്ല, d3 കൺസിഡർ ചെയ്യും, p4 കൺസിഡർ ചെയ്യില്ല, d5 കൺസിഡർ ചെയ്യും, d7 കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ p1 എന്ന് പറയുന്ന സംഭവം, p1 എന്ന് പറയുന്ന പാരിറ്റി ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് ഓൾ ഡാറ്റ. നമുക്കിവിടെ പാരിറ്റി എടുക്കണ്ട, പാരിറ്റി കഴിഞ്ഞിട്ടുള്ള ഡാറ്റ മാത്രം എടുത്താൽ മതി. ഏതൊക്കെയാണ് ഡാറ്റ? d3, d5, d7. ഓക്കെ, അതാണ് p1 ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ d3, d5 ആൻഡ് d7. p1 ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ d3, d5 ആൻഡ് d7. ക്ലിയർ? ഇനി നെക്സ്റ്റ്, അപ്പോൾ p1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി p2 എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഓക്കെ, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫോർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ദ പാരിറ്റി ബിറ്റ് p2 വിൽ ബി നേരത്തെ എത്രയാണ് നമ്മൾ ചെക്ക് ചെയ്തത്? ഒരു ബിറ്റ് ചെക്ക് ചെയ്യും, അടുത്ത ബിറ്റ് സ്കിപ്പ് ചെയ്യും, അടുത്ത ഒരു ബിറ്റ് ചെക്ക് ചെയ്യും, അടുത്ത ബിറ്റ് സ്കിപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ 2 ബിറ്റ് ചെക്ക് ചെയ്യും, 2 ബിറ്റ് സ്കിപ്പ് ചെയ്യും. വിൽ ചെക്ക് 2 ബിറ്റ്സ്, സ്കിപ്പ് 2 ബിറ്റ്സ്, അഗെയിൻ ചെക്ക് 2 ബിറ്റ്സ് ആൻഡ് സ്കിപ്പ് 2 ബിറ്റ്സ്, എക്സെട്ര. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം p2. ഓക്കെ, p2 നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. p2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ p2 നിന്ന് നമ്മൾ 2 ചെക്ക് ചെയ്യും. അതായത് p2 ചെക്ക് ചെയ്യും, d3 ചെക്ക് ചെയ്യും. ഓക്കെ, p4, d5 നമ്മൾ സ്കിപ്പ് ചെയ്യും. അടുത്ത ഇനി d6 ചെക്ക് ചെയ്യും, d7 ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, എങ്ങനെ കിട്ടി? അപ്പോൾ ഏതൊക്കെ കിട്ടി നമുക്ക്? അപ്പം നമുക്കുള്ളത് p2, d3, d6, d7. അപ്പോൾ p2 എന്ന് പറയുന്ന പാരിറ്റി ആയതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യില്ല. സോ p2 ഡിപ്പെൻഡ്സ് അപ്പോൺ d3, d6, d7. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് 2 ബിറ്റ്, കൺസിഡർ 2 ബിറ്റ്, സ്കിപ്പ് 2 ബിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും 2, 3, 6, 7. ഓക്കെ, അത് കഴിഞ്ഞ് 10, 11 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് ഇത്ര 7 ബിറ്റേ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും കൺസിഡർ ചെയ്തു. അപ്പോൾ p2 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡാറ്റ ബിറ്റ്സ് d3, d6 ആൻഡ് d7. ഓക്കെ, അപ്പോൾ p1 എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? p1 കണ്ടുപിടിച്ചത് നമ്മൾ ബി കൺസിഡറിങ് ഫസ്റ്റ് ബിറ്റ് 1 ബിറ്റ്, ദെൻ സ്കിപ്പിംഗ് നെക്സ്റ്റ് ബിറ്റ്, കൺസിഡറിങ് 1 ബിറ്റ്, സ്കിപ്പിംഗ് നെക്സ്റ്റ് ബിറ്റ്. p2 കണ്ടുപിടിച്ചത് വിൽ ബി കൺസിഡറിങ് 2 ബിറ്റ്സ്, കോൺസിക്യൂട്ടീവ് 2 ബിറ്റ്സ്, then skipping the consecutive 2 bits, then again considering the consecutive 2 bits. Okay, അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും p2 will be depending upon d3, d6, d7. ഓക്കെ, ഇനി നമുക്ക് p4 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് p1, p2 നമ്മൾ കണ്ടുപിടിച്ചു. p1 ആകുമ്പോൾ 1 ബിറ്റ് സ്കിപ്പ് ചെയ്തു, ഇതാകുമ്പോൾ 2 ബിറ്റ് സ്കിപ്പ് ചെയ്തു, ഇവിടെ ആകുമ്പോഴത്തേക്കും 4 ബിറ്റ് സ്കിപ്പ് ചെയ്യണം. ഓക്കെ,
അതാണ് അടുത്ത കേസ്. ഫോർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് പാരിറ്റി ബിറ്റ് P4, ചെക്ക് 4 ബിറ്റ് സ്കിപ്പ് 4 ബിറ്റ്, ചെക്ക് 4 ബിറ്റ് സ്കിപ്പ് 4 ബിറ്റ് എക്സെട്ര. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ P4 കണ്ടുപിടിക്കണം. P4 കണ്ടുപിടിക്കാൻ നമ്മൾ ഏതൊക്കെ നോക്കും. അപ്പോൾ നമ്മൾ P4 എടുക്കാൻ P4 കൂടെ ചേർത്ത് 4 ബിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. P4 എടുക്കാം. P4 ചെക്ക് ചെയ്തു, D5 ചെക്ക് ചെയ്തു, D6, D7. ക്ലിയർ? ഇനി അങ്ങോട്ടില്ല, സ്കിപ്പ് ചെയ്യാൻ അങ്ങോട്ട് ബിറ്റ്സുകളില്ല. അപ്പം P4 ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ P4 ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ D5, D6 ആൻഡ് D7. അതാണ് എഴുതിയിരിക്കുന്നത്. P4 ഡിപ്പെൻഡ്സ് അപ്പോൺ D5, D6 ആൻഡ് D7. ഓക്കെ, പിന്നെ 4 ബിറ്റ് സ്കിപ്പ് ചെയ്ത് 4 ബിറ്റ് കൺസിഡർ ചെയ്ത് 4 ബിറ്റ് സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺ വരും. 4, 5, 6, 7, പിന്നെ 4 ബിറ്റ് പോവും, പിന്നെ 12, 13, 14, 15, പിന്നെ 4 ബിറ്റ് പോവും. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ 7 ബിറ്റ് ഹാമിംഗ് കോഡ് 7 ബിറ്റ് ഹാമിംഗ് കോഡ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഓക്കെ, ഇനി കുറേ 12 ബിറ്റ് 16 ബിറ്റ് ഹാമിംഗ് കോഡൊക്കെ ആണെങ്കിൽ പിന്നെ ഈ റൂൾ വെച്ചിട്ട് നമ്മളങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? ഇനി P8 ആണെങ്കിൽ ഇവിടെ നമ്മൾ പാരിറ്റി 8 വരെയാണെങ്കിൽ എന്ത് ചെയ്യണം? പാരിറ്റി 8 നമ്മൾ പാരിറ്റി 8 എങ്ങനെ കണ്ടുപിടിക്കും? വിൽ ബി കൺസിഡറിങ് the 8 bits and skipping the 8 bits. Okay, clear? Check 8 bits, skip 8 bits. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് P1, P2 ആൻഡ് P4. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ P1, P2, P4 കണ്ടുപിടിക്കുക. ക്ലിയർ? വിൽ ഡു ദാറ്റ് എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ 1101 എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ പാരിറ്റി എങ്ങനെ കൺസിഡർ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ P1, ഹൗ ടു ഫൈൻഡ് P1? സോ P1 ഡിപ്പെൻഡ്സ് അപ്പോൺ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, P1 ഡിപ്പെൻഡ്സ് അപ്പോൺ D3, D5 ആൻഡ് D7. ഓക്കെ, D3, D5, D7. അപ്പോൾ D3 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? D3, D5, D7. ഓക്കെ, ക്ലിയർ? D3, D5, D7. D3, D5, D6, D7. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്ന് നോട്ട് ചെയ്യാം. സോ ദിസ് ഈസ് D3, ദിസ് ഈസ് D5, D4 അല്ല D5 ആണ്, കാരണം പൊസിഷൻ 5th ബിറ്റാണ്. സോ ദിസ് ഈസ് D6 ആൻഡ് ദിസ് ഈസ് D7. ഓക്കെ, അപ്പോൾ P1 ഡിപ്പെൻഡ്സ് അപ്പോൺ D3, D5, D7. D3, D5, D7. അപ്പം 101 അല്ലേ? 101. അപ്പോൾ നമ്മളിവിടെ ഈവൻ പാരിറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, വിൽ ബി കൺസിഡറിങ് ഈവൻ പാരിറ്റി. ഇത് ഈവൻ പാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് വൺസ്, ഡാറ്റയിൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ നമ്മുടെ ഈവൻ പാരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. ഓക്കെ, ഓഡ് പാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് വൺസ് ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ പാരിറ്റി എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. സോ ഹിയർ 101. ഹൗ മെനി വൺസ് ആർ ദെയർ? 2 ones, only 2 ones. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ പാരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഓക്കെ, ഈവൻ പാരിറ്റി കൺസിഡർ ചെയ്തുകൊണ്ടാണ് വി ആർ കൺസിഡറിങ് ഓൺലി ഈവൻ പാരിറ്റി. മോസ്റ്റ് ഓഫ് ദ കേസസ് വിൽ ബി കൺസിഡറിങ് ഓൺലി ഈവൻ പാരിറ്റി കൺസിഡർ ചെയ്തതുകൊണ്ട് നമ്പർ ഓഫ് വൺസ് എടുക്കുക. നമ്പർ ഓഫ് വൺസ് ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെങ്കിൽ പാരിറ്റി വിൽ ബി 0. So here the P1 is 0. Okay, in similar fashion you can compute P2. So P2 is depending upon which all data? D3, D6, D7 അല്ലേ? D3, D6 and D7. ഓക്കെ, D3 എന്ന് പറഞ്ഞാൽ ഇത്, D6 ഇത്, D7 ഇത്, അതായത് 1, 1, 1 അല്ലേ? 1, 1, 1. ഓക്കെ, ഇത് ഈവൻ പാരിറ്റി ആണോ? അല്ല, നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓടാണ്. ക്ലിയർ? അപ്പോൾ ഇതിനെ ഈവൻ ആക്കാൻ വേണ്ടി പാരിറ്റി നമ്മൾ 1 ആക്കി കൊടുക്കും. അപ്പോൾ ഈവൻ ആവും. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഈവൻ ആവില്ലേ? ഓക്കെ, സോ ഇത് ഓഡ് ആയതുകൊണ്ട് ഈവൻ ആക്കാൻ വേണ്ടി പാരിറ്റി വിൽ ബി 1, സെറ്റ് ടു 1. ഓക്കെ, നെക്സ്റ്റ് P4 എന്താണ്? P4 ഡിപ്പെൻഡിങ് അപ്പോൺ D5, D6, D7. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് D5? 0, D6 1, D7 1, 0, 1, 1. ഇത് ഈവൻ പാരിറ്റി, ഈവൻ ആണോ? അതെ, ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്. ഓക്കെ, അതുകൊണ്ട് പാരിറ്റി വേണ്ട, പാരിറ്റി ഈസ് 0. ക്ലിയർ? So this our Hamming code will be like this: 110. P4 എന്താണ്? P4 is 0,
110 P4 ഇവിടെ 0 ആണ്, തെറ്റിപ്പോയതാണ്. പിന്നെ 110. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതായത് നോക്കുക, ഇവിടെ നമ്മുടെ ഡാറ്റ 110ൻ്റെ P4 എന്ന് പറയുന്നത് ആക്ച്വലി 0 ആണ്. ഓക്കെ, ദിസ് ഈസ് 0. 110, P4 is 0, then P1, this is data, then P2 is 1 and P1 is 0. ഓക്കെ, അപ്പം നമ്മൾ പാരിറ്റി ഇത് ഇങ്ങനെയാണ് നമ്മൾ ഹാമിങ് കോഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരിറ്റി നമ്മൾ ഈ രീതിയിലാണ് എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ വി വിൽ ബി ഏബിൾ ടു കറക്റ്റ് എറേഴ്സ്. നമുക്കിനി എറർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാവിങ് കോഡ് ഈസ് ഓൺലി യൂസ്ഡ് ഓൺലി ഫോർ ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് സിംഗിൾ ബിറ്റ് എറേഴ്സ്. അപ്പോൾ ആ സിംഗിൾ ബിറ്റ് എറർ നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേറൊരു എക്സാമ്പിളാണ്. ഇഫ് ദ 7-bit ഹാവിങ് കോഡ് വേർഡ് റിസീവ്ഡ് ബൈ എ റിസീവർ ഈസ് ദിസ് വൺ, assuming even parity, state whether the received code word is correct or wrong. If wrong, locate the error. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാറ്റ ബിറ്റാണ്, ഈ ഒരു ഹാമിങ് കോഡാണുള്ളത്. ഹാമിങ് കോഡിനകത്ത് നമുക്ക് ഡാറ്റ ഉണ്ടാവും, പാരിറ്റി ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മളിതുപോലെ ഡാറ്റ അങ്ങ് എഴുതുക. ഓക്കെ, ഹാമിങ് കോഡ് എഴുതുക 10111011. So the ഹാമിങ് കോഡ് received is so this is the ഹാമിങ് കോഡ് we are receiving. അപ്പോൾ ഇതിനകത്ത് എറർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം? ക്വസ്റ്റ്യൻ 10111011 അല്ലേ, ഇതാണ് നമ്മുടെ ഹാമിങ് കോഡ്. ഞാൻ എൻ്റെ പൊസിഷൻ കൂടെ എഴുതിയിട്ടുണ്ട്. P1 ഫസ്റ്റ് പാരിറ്റിയാണ്, സെക്കൻഡ് പാരിറ്റിയാണ്, തേർഡ് ഡാറ്റ, ഫോർത്ത് പാരിറ്റി, ഫിഫ്ത്ത് ഡാറ്റ, സിക്സ്ത്ത് ഡാറ്റ, സെവൻത്ത് ഡാറ്റ. ഓക്കെ, ദിസ് ഈസ് ദ വേ യു ഹാവ് ടു റൈറ്റ്. നൗ വിൽ ബി കമ്പ്യൂട്ടിംഗ് ദ പാരിറ്റി. ഈ പാരിറ്റിയും നമ്മുടെ ഡാറ്റയായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്ന പാരിറ്റി എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? P1 ഈസ് ആക്ച്വലി 1 അല്ലേ, P1 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ P1 ഈസ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഓൾ ഡാറ്റ D3, D5, D7. സംശയമില്ലല്ലോ, D3, D5 ആൻഡ് D7. ഓക്കെ, D3, D5, D7 ആണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന വാല്യൂ. അപ്പോൾ ആ D3, D5, D7ൻ്റെ വാല്യൂ അങ്ങ് എടുത്ത് എഴുതാം. D3 ഈസ് 0, D5 ഈസ് 1, D7 ഈസ് 1. ഓക്കെ, ഇനി നമ്മൾ ഈ ബിറ്റും ഇതും പാരിറ്റി ആയിട്ടൊന്ന് നോക്കിക്കേ. ഇത് എത്ര, ഹൗ മെനി വൺസ് ആർ ദെയർ? 2 ones. അപ്പോൾ ഈവൻ പാരിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ശരിക്കും പാരിറ്റി വരേണ്ട എത്രയാണ്? 0 ആണ് വരേണ്ടത്. ബട്ട് ഇവിടെ എത്ര വന്നു? P1 വന്നു. P1 ഈക്വൽ ടു 1 വന്നു. ദിസ് മീൻസ് ദാറ്റ് ഒരു എറർ അവിടെ ഒക്കർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ ദ പാരിറ്റി ബിറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, സോ എറർ ഈസ് ഒക്കേർഡ്. എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് റൂൾ ഈസ് വിൽ ബി സെറ്റിംഗ് ദ P1 ആസ് 1 ഇറ്റ് സെൽഫ്. എറർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് പാരിറ്റി വിൽ ബി സെറ്റ് ആസ് 1. എറർ ഒക്കർ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് കറസ്പോണ്ടിങ് പാരിറ്റി വിൽ ബി സെറ്റ് ആസ് 0. ഓക്കെ, ഇതിൽ എന്ത് വാല്യൂ വന്നാലും കുഴപ്പമില്ല. എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് പാരിറ്റി നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യും, അതർവൈസ് 0 ആയിട്ട് സെറ്റ് ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് കേസ് നോക്കുക, P2. നെക്സ്റ്റ് കേസ് P2 ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് ഓൾ ഡാറ്റ D3, D6 and D7. D3, D6, D7. What is the value in D3? D3 is 0, അല്ലേ? D6 is 0, D7 is 1. Here the parity bit is satisfied. ഇവിടെ നമുക്ക് നോക്കാം പാരിറ്റി എത്രയാണ്. പാരിറ്റി ഇവിടുന്ന് ഈ ഓഡ് പാരിറ്റി, നമ്പർ ഓഫ് വൺസ് എത്രയാണ്? നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരിറ്റി എന്ന് പറയുന്നത്, സിൻസ് വി ആർ കൺസിഡറിങ് ഈവൻ പാരിറ്റി, ദിസ് പാരിറ്റി മസ്റ്റ് ബി 1. അതെ, ഇത് 1 തന്നെയാണ്. ഓക്കെ, സോ ദർ ഈസ് നോ എറർ. ഇവിടെ പാരിറ്റി 1 ആയതുകൊണ്ട് ഇവിടെ എറർ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഹിയർ ദ പാരിറ്റി ബിറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്, സോ നോ എറർ ഈസ് എൻകൗണ്ടേർഡ്. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ പാരിറ്റി, ദാറ്റ് കറസ്പോണ്ടിങ് പാരിറ്റി ബിറ്റ് വിൽ ബി സെറ്റ് as 0. So here the P2 must be set as 0. Fine, clear? നെക്സ്റ്റ് P4. ഇതുപോലെ P4 കണ്ടുപിടിച്ച് P4 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. P4 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡാറ്റ D5, D6, D7. വാട്ട് ഈസ് D5, D6, D7? D5, D6, D7 ഈസ് 101 അല്ലേ? 101 ആണ്, 01 എന്നല്ല. ഇറ്റ് ഈസ് 101. ഓക്കെ, അതാണ് സംഭവം വരേണ്ടത്. ഓക്കെ, 101 ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ 101 ആണെങ്കിൽ ഹൗ മെനി വൺസ് ഉണ്ട്? ഈവൻ നമ്പർ ഓഫ് വൺസ് ആണ്. സോ പാരിറ്റി മസ്റ്റ് ബി 0 ആണ് അല്ലേ? ബട്ട് ഇവിടെ ഹിയർ ദ പാരിറ്റി ഈസ് 1. പാരിറ്റി ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്.
അതിൻ്റെ അർത്ഥം എന്തുവാ? ദിസ് മീൻസ് ദാറ്റ് എറർ ഹാസ് ഒക്കേർഡ്. ക്ലിയർ? സോ ഹിയർ ദ പാരിറ്റി വിച്ച് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, സോ എറർ ഈസ് എൻകൗണ്ടേർഡ്. എറർ ഒക്കർ ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ ആ കറസ്പോണ്ടിങ് പാരിറ്റിയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ ഇവിടെ 0 ആയിരുന്നു കാണും. 0 ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ 1 ആക്കണം. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ എവിടെ എറർ വന്നാലും ആ കറസ്പോണ്ടിങ് പാരിറ്റി 1 ആയിട്ട് സെറ്റ് ചെയ്യണം. എറർ വരാത്ത പാരിറ്റി നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, നൗ വി വിൽ ബി കൺസിഡറിങ് ദ ഓർഡർ P4, P2, P1. ഓക്കെ, ഇപ്പോൾ നമ്മൾ P4ഉം P2ഉം P1 റിവേഴ്സ് ഓർഡറിൽ നമ്മൾ കൺസിഡർ ചെയ്യും. P4, P2, P1ൻ്റെ വാല്യൂ നമ്മൾ എടുക്കും. P4, P2 P1 എന്താണ്? P4, P2, P1 ഈസ് 101 അല്ലേ? P4, P2 P1 ഈസ് 101 അല്ലേ? ദിസ് ഈസ് 1, ദിസ് ഈസ് 0 അല്ലേ? ദിസ് ഈസ് P4 എത്രയാണ്? ഹിയർ ഇറ്റ് ഈസ് 1. ഓക്കെ, P2 ഈസ് 0, P1 ഈസ് 1, സോ 101. ക്ലിയർ? അപ്പോൾ 101 ആയതുകൊണ്ട് 101ൻ്റെ ഡെസിമൽ വാല്യൂ എന്താണ്? 101ൻ്റെ ഡെസിമൽ വാല്യൂ ഈസ് 5. 101ൻ്റെ ഡെസിമൽ വാല്യൂ ഈസ് 5, വിച്ച് മീൻസ് ദാറ്റ് ദ എറർ ഈസ് ഒക്കേർഡ് അറ്റ് ദ 5th പൊസിഷൻ. 5th പൊസിഷനിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കൺസിഡറിങ് ദ വാല്യൂ P4, P2, P1, the error is occurred as the decimal value we have obtained is 5, which means that error has occurred in 5th bit, that is D5ലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എറർ സംഭവിച്ചിരിക്കുന്നത് ഇതാണ്, ഇതിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യും, ഈ പൊസിഷനെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യാൻ എന്താണ്? ഒന്നുമില്ല, ഈ 1 എന്നുള്ളത് 0 ആക്കിയാൽ മതി. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കുമല്ലോ വാല്യൂ. സോ ഇവിടെ 5th പൊസിഷനിൽ എറർ സംഭവിച്ചത് കൊണ്ട് the 5th position value will be modifying that value. So the corrected Hamming code is like this: 1001011. ഈ 5th value 5th position correct ചെയ്തു. Clear? So this is how we are actually computing the Hamming code. We will be computing we are detecting the error and we are going to correct those error. This is how we are doing it. Okay, എറർ കറക്റ്റ് ചെയ്യുന്നതും ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒന്നുമല്ല, ജസ്റ്റ് ആ ഹാമിംഗ് കോഡ് നമ്മൾ ഈ പൊസിഷനിൽ എടുത്ത് എഴുതുക. എന്നിട്ട് ഓരോ പാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ P1 പാരിറ്റി ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ D3, D5, D7. ഓക്കെ, അത് ഈവൻ പാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ബിറ്റിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. എറർ വന്നിട്ടുണ്ടെങ്കിൽ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? എറർ വന്നിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. എറർ വന്നിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. ക്ലിയർ? അടുത്ത P2 നോക്കുക. P2ഉം നമ്മൾ ആ പാരിറ്റിയും നമ്മൾ ഡാറ്റയായിട്ട് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. എറർ വന്നിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. എറർ ഇല്ലെങ്കിൽ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ അതുപോലെ. ഓക്കെ, അപ്പോൾ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ പാരിറ്റി ആയിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇഫ് എറർ ഹാസ് ഒക്കേർഡ് ദാറ്റ് പാരിറ്റി മസ്റ്റ് ബി സെറ്റ് ടു 1, അതർവൈസ് ദ പാരിറ്റി ഹാസ് ടു ബി സെറ്റ് ടു 0. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ റിവേഴ്സ് ഓർഡറിൽ വി ഹാവ് ടു റൈറ്റ് ദ ബിറ്റ് പാറ്റേൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ P4, P2, P1. ഇപ്പോൾ നമുക്കിവിടെ P8 ഉണ്ടായിരുന്നെങ്കിൽ P8, P4, P2, P1 എന്ന് എഴുതും. എന്നിട്ട് ആ ബിറ്റ് പൊസിഷൻ എഴുതിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ നോക്കുക. ഓക്കെ, എന്നിട്ട് ആ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നതാണ് ബിറ്റ് പൊസിഷൻ. ആ പൊസിഷനാണ് നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടത്. ക്ലിയർ? ആ പൊസിഷൻ ഓൾട്ടർ ചെയ്യുക, എന്നിട്ട് ആ കറക്റ്റഡ് കോഡ് നമ്മൾ എടുത്തെഴുതുക. ദിസ് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ഹാമിംഗ് കോഡ്. ഓക്കെ, ഈ ടോപ്പിക്കാണ് ഹാമിംഗ് കോഡ്. ഓക്കെ, ഇതോടുകൂടി നിങ്ങളുടെ 5th മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 പ്രോബ്ലം, ഹാമിംഗ് കോഡിൻ്റെ 2 പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഉടൻ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.